നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ സജിത് നമ്പ്യാർ. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കം മോശമായാൽ അത് നിങ്ങളുടെ അവസാനവും മോശമായിരിക്കുമോ? ചില കുട്ടികൾക്ക് ജീവിതം തുടങ്ങുമ്പോൾ തന്നെ എല്ലാം എളുപ്പമായിരിക്കും. നല്ല കുടുംബം, നല്ല സാഹചര്യം, നല്ല വിദ്യാഭ്യാസം. പക്ഷെ ചിലരുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ പോരാട്ടത്തിലൂടെയാണ്. അത്തരത്തിൽ ഒരു പെൺകുട്ടിയായിരുന്നു ഓപ്ര വിൻഫ്രി. ഇന്ന് ലോകമറിയുന്ന ഒരു പേര്, ഒരു അവതാരക, ഒരു മാധ്യമ സംരംഭക, ലോകത്തെ സ്വാധീനിച്ച വ്യക്തിത്വം. പക്ഷെ അവളുടെ തുടക്കം ദാരിദ്ര്യം, കഠിനമായ ബാല്യം, അനവധി പ്രതിസന്ധികൾ. പക്ഷെ അവൾ അവിടെ നിന്നും നിർത്തിയില്ല. ഇതാണ് ഓപ്ര വിൻഫ്രിയുടെ കഥ. ഒരു സാധാരണ തുടക്കം. 1954 അമേരിക്കയിലെ മിസിസിപ്പിയിൽ ജനിച്ച ഓപ്ര സാമ്പത്തികമായി വളരെ പിന്നോക്കമായ സാഹചര്യത്തിലാണ് വളർന്നത്. അവളുടെ ബാല്യം എളുപ്പമായിരുന്നില്ല. പക്ഷേ ചെറുപ്പം മുതൽ തന്നെ അവൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. സംസാരിക്കാനുള്ള കഴിവ്, വാക്കുകളെ ശക്തമായി ഉപയോഗിക്കാനുള്ള കഴിവ്, കഥ പറയാനുള്ള കഴിവ്, ആളുകളോട് സംസാരിക്കാനുള്ള കഴിവ്. ഒരു പക്ഷേ അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി അവളുടെ ശബ്ദം തന്നെയായിരുന്നു. ഒരു അവസരം, ഒരു ഘട്ടത്തിൽ അവളുടെ കഴിവ് മാധ്യമ ലോകത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. യുവതിയായിരിക്കുമ്പോൾ തന്നെ അവൾ റേഡിയോയും ടെലിവിഷനും വഴി തൻ്റെ കരിയർ ആരംഭിച്ചു. പിന്നീട് നാഷ്വില്ലയിലും ബാൾട്ടിമോറിലും ടെലിവിഷൻ ന്യൂസ് ആങ്കറായി പ്രവർത്തിച്ചു. അവിടെ നിന്നാണ് ഒരു വലിയ യാത്ര തുടങ്ങിയത്. ഷിക്കാഗോ 1984. ഓപ്ര ഷിക്കാഗോയിലെ ഒരു രാവിലെ സംപ്രേഷണം ചെയ്യുന്ന ഒരു ടോക്ക് ഷോയുടെ അവതാരികയായി എത്തി. ആ പരിപാടിയുടെ റേറ്റിംഗ് വളരെ താഴെയായിരുന്നു. പക്ഷേ ഓപ്ര എത്തിയപ്പോൾ എല്ലാം മാറി. അവളുടെ അവതരണ ശൈലി വ്യത്യസ്തമായിരുന്നു. അവൾ ആളുകളോട് വെറുതെ ചോദ്യങ്ങൾ ചോദിച്ചില്ല. അവരെ കേട്ടു, അവരുടെ കഥകൾ കേട്ടു, അവരുടെ വേദന കേട്ടു, അവരുടെ സ്വപ്നങ്ങൾ കേട്ടു. അങ്ങനെ ഒരു സാധാരണ ടോക്ക് ഷോ ആളുകളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന ഒരു പരിപാടിയായി മാറി. അവളുടെ ഷോ വളരെ വേഗത്തിൽ ജനപ്രീതി നേടി. നിർണായക നിമിഷം. പിന്നീട് അവളുടെ മുന്നിൽ ഒരു വലിയ അവസരമെത്തി. ദ ഓപ്ര വിൻഫ്രി ഷോ. 1986 സെപ്റ്റംബർ 8 അവളുടെ ഷോ ദേശീയ തലത്തിൽ സംപ്രേഷണം ആരംഭിച്ചു. ഒരു നഗരത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന അവതാരക ഇപ്പോൾ അമേരിക്ക മുഴുവൻ കാണുന്ന അവതാരകയായി. പിന്നീട് ലോകത്തിലെ പല ഭാഗങ്ങളിലും ആളുകൾ അവളെ കാണാൻ തുടങ്ങി. അവളുടെ ഷോ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ ടോക്ക് ഷോകളിൽ ഒന്നായി മാറി. പക്ഷേ യഥാർത്ഥ വിജയം എന്തായിരുന്നു സുഹൃത്തുക്കളെ? ഓപ്രയുടെ വിജയം പണത്തിന്റെ കഥ മാത്രമല്ല. അവളുടെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരുടെ കഥ കേൾക്കാനുള്ള കഴിവായിരുന്നു. ലോകം പലപ്പോഴും ചോദിക്കും, നിനക്ക് എന്താണ് പറയാനുള്ളത്? പക്ഷേ ഓപ്ര ആളുകളോട് ചോദിച്ചത്, നിന്റെ കഥ എന്താണ്? അതുകൊണ്ടാണ് അവളുടെ പരിപാടി ആളുകളുടെ മനസ്സിലേക്ക് എത്തിയത്. ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാധീന ശക്തിയിലേക്ക്. ഒരിക്കൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ വളർന്ന ഒരു പെൺകുട്ടി പിന്നീട് ലോകത്തിലെ ഏറ്റവും സ്വാധീനമുള്ള മീഡിയ പേഴ്സണാലിറ്റീസിൽ ഒരാളായി മാറി. ടെലിവിഷൻ, പുസ്തകങ്ങൾ, മാഗസിനുകൾ, റേഡിയോ, മാധ്യമ സംരംഭങ്ങൾ, അങ്ങനെ അവളുടെ സ്വാധീനം പല മേഖലകളിലേക്കും വ്യാപിച്ചു. പക്ഷേ ഇതെല്ലാം തുടങ്ങിയത് ഒരു ചെറിയ ശബ്ദത്തിൽ നിന്നായിരുന്നു. ഈ കഥ നമ്മളോട് പറയുന്നത് എന്താണ് സുഹൃത്തുക്കളെ? ഓപ്ര വിൻഫ്രിയുടെ ജീവിതം നമ്മോട് പറയുന്ന ആദ്യ പാഠം, നിങ്ങളുടെ തുടക്കം നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നില്ല. നിങ്ങൾ എവിടെ ജനിച്ചു, എങ്ങനെയാണ് വളർന്നത്, എത്ര ബുദ്ധിമുട്ടുകൾ നേരിട്ടു, ഇവയെല്ലാം പ്രധാനമാണ്. പക്ഷേ നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തെ പാഠം, നിങ്ങളുടെ കഴിവ് തിരിച്ചറിയൂ.
ഓപ്രയുടെ ഏറ്റവും വലിയ ശക്തി അവളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലായിരുന്നു. നിങ്ങളുടെ ശക്തി എന്താണ്? സംസാരിക്കാനാണോ? എഴുതാനാണോ? പഠിപ്പിക്കാനാണോ? നേതൃത്വം നൽകാനാണോ? വിൽക്കാനാണോ? മറ്റുള്ളവരെ സഹായിക്കാനാണോ? ആ കഴിവ് കണ്ടെത്തൂ, അത് വളർത്തൂ. മൂന്നാമത്തെ പാഠം, നിങ്ങളുടെ വേദന ഒരുപക്ഷെ മറ്റൊരാളുടെ പ്രചോദനമാകാം. നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങളെ തകർക്കാൻ മാത്രമല്ല, നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനും കഴിയും. ഇന്നത്തെ സന്ദേശം, അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. നിങ്ങൾ എവിടേക്ക് പോകുന്നു എന്ന് ചിന്തിക്കൂ. ഇന്ന് നിങ്ങൾക്ക് പണമില്ലായിരിക്കാം, ഇന്ന് നിങ്ങൾക്ക് അവസരമില്ലായിരിക്കാം, ഇന്ന് നിങ്ങളെ ആരും തിരിച്ചറിയുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് കണ്ടെത്താം, നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് കണ്ടെത്താം, നിങ്ങളുടെ അവസരം നിങ്ങൾക്ക് സൃഷ്ടിക്കാം. ഒരു കാലത്ത് ലോകമറിയാത്ത ഒരു പെൺകുട്ടി, കഠിനമായ സാഹചര്യങ്ങളിൽ വളർന്ന ഒരു പെൺകുട്ടി, പിന്നീട് ലോകം മുഴുവൻ കേൾക്കുന്ന ഒരു ശബ്ദമായി മാറി, ഓപ്ര വിൻഫ്രി. അതുകൊണ്ട് നിങ്ങളുടെ തുടക്കം ചെറുതാണെന്ന് കരുതി നിങ്ങളുടെ സ്വപ്നം ചെറുതാക്കരുത്. നിങ്ങളുടെ സാഹചര്യം മോശമാണെന്ന് കരുതി നിങ്ങളുടെ ഭാവിയും മോശമായിരിക്കുമെന്ന് വിശ്വസിക്കരുത്. നിങ്ങളുടെ കഥ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരു മോശം അധ്യായമായിരിക്കാം, പക്ഷേ അത് നിങ്ങളുടെ മുഴുവൻ പുസ്തകമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത അധ്യായം നിങ്ങൾക്ക് തന്നെ എഴുതാം. റിയൽ സ്റ്റോറീസ്, റിയൽ സക്സസ്, റിയൽ ഇൻസ്പിറേഷൻ. ഇതാണ് സ്പീക്ക് ടു ഇൻസ്പയർ വോളിയം 4. ഞാൻ സജിത് നമ്പ്യാർ. നിങ്ങളുടെ ജീവിതത്തിലും ഒരിക്കൽ മറ്റൊരാൾക്ക് പ്രചോദനമാകുന്ന ഒരു കഥ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.